അങ്കണവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സിൻ്റെ സേവന വേതന വ്യവസ്ഥകൾ കിട്ടാത്തതിനെ സംബന്ധിച്ച് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന അർഹതപ്പെട്ട കാര്യങ്ങളെ നിഷേധിക്കുന്ന കഥയാണ് അടുത്ത് വരാനും പോകുന്നത്. എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സുഭാഷിതം ഡിജിറ്റൽ ചാനൽ എല്ലാവരും കാണുകയും അത് ഡിജിറ്റൽ ഈ ആശാ വർക്കേഴ്സായാലും ഹെൽപ്പേഴ്സായാലും നിങ്ങൾ കാണുകയും നിങ്ങൾ എല്ലാവർക്കും അത് അയച്ചു കൊടുക്കുകയും ചെയ്യണം. പരമാവധി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ കൂട്ടിത്തരണം. പരമാവധി ആളുകൾക്ക് സബ്സ്ക്രിപ്ഷൻ അയച്ചു കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. അതുപോലെ ഇതിൽ ഗൂഗിൾ പേ നമ്പർ വയ്ക്കുന്നുണ്ട്. ചെറിയ ചെറിയ സംഭാവനകൾ അയച്ചു തരണം. അത് നിങ്ങളല്ല, എല്ലാവരും. അത് നിങ്ങൾ സാധാരണ ആളുകളാണ്, നിങ്ങളുടെ കയ്യിൽ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, പെൻഷൻ കിട്ടാത്തവരൊക്കെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ സാമ്പത്തികമായി ഒരു പൈസ ഷെയർ ചെയ്യാൻ പറ്റുന്ന ആളുകളിൽ നിന്ന് പണം വാങ്ങിത്തരണം. അതുപോലെ തന്നെ പരസ്യങ്ങളുണ്ടെങ്കിൽ നല്ല പരസ്യങ്ങൾ പിടിച്ചു തരണം. ഇനിയാണ് ഇന്ന് അവതരിപ്പിക്കുന്ന വിഷയം കുറച്ച് വേറൊരു വ്യത്യസ്തമായ വിഷയമാണ്. ഈ അങ്കണവാടി വർക്കർമാർ ഹെൽപ്പർമാർ നേരിടുന്ന പീഡനങ്ങളെക്കുറിച്ചാണ്. ഒരു പഞ്ചായത്തിൽ ഇത് ICDSൻ്റെ സൂപ്പർവൈസർമാർക്കും CDPOമാർക്കും ICDS ജില്ലാ ഓഫീസർമാർക്കും സംസ്ഥാന ഓഫീസർമാർക്കും വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഒരിക്കലും അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല. കാരണം ഇതിൻ്റെ ഇവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഓഫീസർമാരാണ്. ഇതിനകത്തൊരു തമാശ എന്ന് പറഞ്ഞാൽ സ്ത്രീകളാണ് കൂടുതൽ ഓഫീസർമാരായിട്ട് വന്നിട്ടുള്ളത്. അവരാണ് ഈ കുസൃതികളെല്ലാം കാണിക്കുന്നത്, സ്ത്രീകളോട് ഈ അസൂയ കാണിക്കുന്നതും കുശുമ്പും കുന്നായ്മയും കാണിക്കുന്നത്. അതുമാത്രമല്ല, കുറേ അംഗൻവാടി വർക്കർമാർ ഡിഗ്രി ഉള്ളത് കൊണ്ടും അല്ലാതെയും പ്രൊമോഷൻ കിട്ടി സൂപ്പർവൈസർമാരായിട്ടും CDPOമാരൊക്കെ ആയി. അവരാണ് കൂടുതൽ ഒരു വിളയാട്ടം നടത്തുന്നു എന്നുള്ള വാർത്തകളും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പല രസകരമായ ചില അനുഭവങ്ങൾ പറയാം. 20 ലീവുകളാണ് ഇവർക്ക് അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ 20 ലീവ് അനുവദിച്ചാൽ, സർക്കാരിൽ 20 ലീവ് അനുവദിച്ചാൽ 20 ലീവ് എപ്പോൾ വേണോ എടുക്കാമല്ലോ. ചിലരാണെങ്കിൽ ഡിസംബർ വരെ കാത്തു വെച്ചിട്ട് ഡിസംബർ ആകുമ്പോൾ ലീവ് എടുക്കും, പല രൂപത്തിലെടുക്കും. ഇവിടെ നിങ്ങൾ അംഗൻവാടി പ്രവർത്തിക്കണം എന്നുള്ളത് കൊണ്ട് 20 ലീവ് ഒന്നിച്ച് കൊടുക്കണ്ട. പക്ഷേ ഒരാളിന് സുഖമില്ലാതെ കിടന്നാൽ 2 ദിവസത്തിനപ്പുറം ലീവ് എടുത്താൽ ലോസ് പേ ആവുമെന്ന് പറഞ്ഞാൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടോ? അതെന്ത് നിയമമാണ്? അതിനകത്തുണ്ടെങ്കിൽ ഓക്കെ, ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉണ്ടെങ്കിൽ ആ നിയമം പറയണേ. 2 ദിവസത്തിനപ്പുറം ഒരു മാസം ലീവ് എടുത്താൽ ലോസ് പേ ആവുമെന്ന് പറയുന്നത് അത് മാനേജ്മെൻറ്റ് കോളേജിലും സ്കൂളിലൊക്കെ അങ്ങനെയൊക്കെ എഴുതി വെക്കും. അവരുടെ സൗകര്യത്തിന് വേണ്ടി അവർ പറഞ്ഞു വെക്കും. അത് എഴുതിയെന്ന് പറ്റില്ല, അവരത് നടപ്പിലാക്കും. അവിടെ 12 ലീവേ ഉള്ളൂ, ഒരു മാസത്തിൽ ലീവ് എടുക്കുക, പിന്നെ ആ ലോസ് പേ ആവും. ഇവിടെ 20 ലീവ് കൊടുത്തിട്ടുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർക്കുള്ളതുപോലെ. ആ ലീവ് അവർക്ക് സുഖമില്ലാതായാൽ കൂടുതൽ ലീവ് എടുക്കാൻ പറ്റില്ലേ? രസകരമല്ലേ? അതുപോലെ തന്നെ പോഷൻ ട്രാക്കറിൽ കാര്യങ്ങൾ വീട്ടുകളിൽ ചെന്ന് അത് നമ്മുടെ ആളുകളുടെ മുഖം ഇതിനകത്തേക്ക് കയറ്റാനായിട്ട് ശ്രമിക്കുമ്പോൾ, ക്യാപ്ചർ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ, ഫേസ് ക്യാപ്ചറിങ് സംവിധാനത്തിലേക്ക് പോകുമ്പോൾ പലപ്പോഴും നെറ്റ് കിട്ടാത്തതിൻ്റെ പ്രശ്നവും പഴയ ഫോണിൻ്റെ പ്രശ്നവുമുണ്ട്. അങ്ങനെ വരുമ്പോൾ ആളുകൾക്ക് ഇത് കൊടുക്കേണ്ടി വരും. അവർക്കൊരു സഹായം ചെയ്യാൻ പോകുന്നവർക്ക് സഹായം കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ട് സഹായം കൊടുക്കേണ്ടി വരും. സഹായം കൊടുത്തില്ലെങ്കിൽ ജനങ്ങൾ കൈവയ്ക്കും. സഹായം ക്യാപ്ചറിങ് നടത്തിയിട്ട് കൊടുത്തില്ലെങ്കിൽ ഉദ്യോഗസ്ഥർ കൈവയ്ക്കും. അപ്പോൾ ഇതിലൊരു മീഡിയ വേണം. അപ്പോൾ ഉദ്യോഗസ്ഥരും ഇവരും കൂടി ഒരു ധാരണയുടെ പുറത്ത് പോകണം. അപ്പോൾ ആ ധാരണയുടെ പുറത്ത് പോയി ഒരു പ്രാവശ്യം പോയി പറ്റിയില്ലെങ്കിൽ പിന്നെ ഒരു പ്രാവശ്യം കൂടെ പോയി എടുത്തുകൊണ്ട് വരാനുള്ളൊരു സാവകാശം അവർക്ക് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ രാത്രി മെസ്സേജ് ഇട്ടുള്ളൊരു കളിയുണ്ട്. അത് കളി എന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയ അവർ എന്തിനാണ് 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വ്യായാമം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ഇൻ്റർനാഷണൽ ലേബർ കോൺഫറൻസ് ഉൾപ്പെടെ അംഗീകരിച്ചതാണ്. അതിനാണ് മെയ് ദിനമൊക്കെ ആചരിക്കുന്നത്. 8 മണിക്കൂർ ഒരാൾ ജോലി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാൾ 8 മണിക്കൂർ വിശ്രമം എടുക്കണം. പിന്നെ അവർ 8 മണിക്കൂർ വിനോദത്തിലേക്ക് പോകണം. എങ്കിലേ അടുത്ത ദിവസം വന്ന് ഊർജ്ജത്തോടുകൂടി ജോലി ചെയ്യാൻ പറ്റും. അതിനാണ് അവധി വെച്ചിരിക്കുന്നത്. അത് അസുഖത്തിന് മാത്രം എടുക്കാനല്ല. അവർക്ക് ഒരു ലെഷർ ടൈം. കുട്ടികൾക്ക് 2 മാസം എന്തിനാണ് അവധി കൊടുക്കുന്നത്? അവർ ലെഷറായി പോയി കളിച്ച് ചിരിച്ച് പുതിയ ഫ്രഷായി വരാനാണ്. ഇവിടെ സ്ത്രീകളുടെ ജീവിതം നിങ്ങളെന്ന് ആലോചിക്കൂ. പുരുഷന്മാരെ പോലെ അല്ലല്ലോ. അവർ 3:30 മണിക്ക് അംഗൻവാടി വിട്ടിയാൽ പിന്നെ കുറച്ച് ഹൗസ് വിസിറ്റ് ഉണ്ട്. അതും കൂടെ കഴിഞ്ഞ് 4:30, 5 മണി, 6 മണി അവർ വീട്ടിലെത്തിയാൽ പിന്നെ അവർ അന്നത്തെ രാത്രിത്തെ എല്ലാ ഫുഡ് വയ്ക്കണം, രാവിലത്തെ ഫുഡ് വയ്ക്കണം, അതിരാവിലെ കഴിച്ച് രാവിലത്തെ ഫുഡ് വയ്ക്കണം, വീട്ടിലെ കുഞ്ഞുങ്ങളെ കാര്യം നോക്കണം, ഭർത്താവിൻ്റെ കാര്യം നോക്കണം. ഇതിൻ്റെ ഇടയിൽ അവർക്ക് മറ്റാവശ്യങ്ങളുമുണ്ട്. ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ചെറുപ്പക്കാരായിട്ടൊക്കെ ജീവിക്കുന്നവരാണെങ്കിൽ അവർക്ക് ബെഡ്റൂം ആവശ്യങ്ങളൊക്കെ ഉണ്ടേ, എല്ലാം ഉണ്ട്. അത് ഞാൻ ആ അർത്ഥത്തിൽ പറയുന്നില്ല. എല്ലാ ആവശ്യങ്ങളും ഉണ്ട്. ഈ എല്ലാ ആവശ്യങ്ങളും ഷെയർ ചെയ്ത് ചെയ്തൊക്കെ പോകുമ്പോൾ സ്ത്രീകൾ തളർന്നു പോകുന്നേ. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാൻ ഒരു സ്ത്രീക്ക് കഴിയണ്ടേ? ഇനി വേറൊരു അംഗൻവാടിയിൽ നടന്നൊരു കഥ പറയാം. ഇത് കുറേ കഥകൾ കിട്ടിയിട്ടുണ്ട് എനിക്ക്. ആ അംഗൻവാടിയിൽ അവിടെ ഇലക്ട്രിസിറ്റി ബില്ല് വന്നു. അപ്പോൾ ഇലക്ട്രിസിറ്റി ബില്ല് വന്നപ്പോൾ അത് ഉടനെ തന്നെ ഇലക്ട്രിസിറ്റി ബില്ല് വന്നു കഴിഞ്ഞ് നമ്മുടെ വീട്ടിലൊക്കെ ഇലക്ട്രിസിറ്റി ബില്ല് വരും. ഇലക്ട്രിസിറ്റി ബില്ല് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊണ്ട് അടയ്ക്കുമ്പോൾ റെസിപ്റ്റ് കിട്ടും. അടയ്ക്കുമ്പോൾ കിട്ടുന്ന റെസിപ്റ്റിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞേക്കും. എത്ര രൂപയാണ്, എന്നാണ് അടച്ചത്, എല്ലാ കാര്യവും പറഞ്ഞേക്കും. ആ റെസിപ്റ്റ് പോരെ. ഇത് ആദ്യത്തെ റെസിപ്റ്റ് വേണം, അത് ഫോട്ടോസ്റ്റാറ്റ് എടുക്കണം. രണ്ടാമത്തെ റെസിപ്റ്റ് വേണം, അത് ഫോട്ടോസ്റ്റാറ്റ് എടുക്കണം. അത് 2 ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വെള്ള പേപ്പറിൽ ഒട്ടിക്കണം. പിന്നെ കുറേ കാര്യങ്ങളുണ്ട്.
അതുപോലെ ഇവർ ആദ്യം പൈസ കയ്യിൽ നിന്ന് മുടക്കിയെല്ലാം ചെയ്തതിന് ശേഷമാണ് തിരിച്ചു കിട്ടേണ്ടത്. ഒരു അഡ്വാൻസ് കൊടുക്കാനും പ്രൊവിഷനില്ല. ഈ പ്രൊവിഷനൊക്കെ മാറണ്ടേ? ആകപ്പാടെ 7,000 8,000 അല്ലെങ്കിൽ 10,000 രൂപ ശമ്പളം കൊടുക്കും, 12,000 രൂപ ശമ്പളം കൊടുക്കും. അത് തന്നെ 3 പ്രാവശ്യമായിട്ട് കൊടുക്കും. 4,000 3,000 3 അതിൻ്റെ ഇടയിൽ കൂടെയാണ് അവിടുത്തെ എല്ലാ കാര്യവും അവർ ചെയ്തതിന് ശേഷം പിന്നെ അവർ ബില്ല് കൊണ്ടുവന്നാൽ എപ്പോഴെങ്കിലും മാറിക്കൊടുക്കും. ഇനി കേരളത്തിൽ ഒരു പഞ്ചായത്തിൽ 28 അംഗൻവാടിക്കും അവിടെ നിന്ന് അന്നത്തെ MLA എന്ത് വാങ്ങിക്കൊടുത്തു? പിന്നെ ശബരിനാഥ് MLA പറയാം, പഞ്ചായത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, TV വാങ്ങിക്കൊടുത്തു. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽപ്പെട്ട ഒരു പഞ്ചായത്തിൽ TV വാങ്ങിക്കൊടുത്തു. ബാക്കി പഞ്ചായത്ത് കൊടുത്തൊന്നും എനിക്കറിയില്ല. പക്ഷേ 8-10 വർഷമായിട്ട് ആ TV തൊടാതിരിക്കുകയാണ് കുട്ടികൾക്ക്. 2 അംഗൻവാടി ടീച്ചർമാരും വർക്കർമാർ ഹെൽപ്പർമാർ അവരെ കയ്യിൽ നിന്ന് പൈസ ഇട്ട് കേബിൾ എടുത്ത് കൊടുത്തു. ബാക്കി 26 എണ്ണത്തിലും അല്ലെങ്കിൽ 25 എണ്ണത്തിലും TV തൊട്ടിട്ടില്ല. പഞ്ചായത്തുകാരെ പൈസ കൊടുക്കണം, അല്ലെങ്കിൽ ജനങ്ങളെ നിന്ന് പിരിക്കണം, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുന്നത്, ഈ പിന്നെ പുതിയ MLA കൊടുക്കണം, ആരെങ്കിലും കൊടുക്കണ്ടേ? അതിന് പറയുന്ന അംഗൻവാടി വർക്കറെ ഹെൽപ്പറെ കയ്യിൽ നിന്ന് എടുക്കണമെന്നാണ്. അപ്പോൾ ഫോൺ വാങ്ങണം അംഗൻവാടി വർക്കർ ഹെൽപ്പർമാർ, TV വെച്ച് കൊടുത്താൽ അതിൻ്റെ കേബിൾ വാങ്ങാൻ നടക്കണം. ഇതുപോലത്തെ പിന്നെ പരുഷമായ വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. അതിന് പറയുന്നൊരു ന്യായം എന്താണെന്നറിയോ? നിങ്ങൾ സേവനമാണ് ചെയ്യുന്നത്. ആര് സേവനം ചെയ്യുന്നു? അംഗൻവാടികളിൽ കുട്ടികൾ ഉള്ളത് കൊണ്ടാണ് അംഗൻവാടി ഉള്ളത് കൊണ്ടാണ് വർക്കർ ഹെൽപ്പർ ഉള്ളത്, അവരൊക്കെ ഉള്ളത് കൊണ്ടാണ് സൂപ്പർവൈസർ വേണ്ടി വന്നത്. അതുകൊണ്ടാണ് ICDS ഒക്കെ അങ്ങനെയാണ് ഇതിൻ്റെ ഹയറാർക്കി. അതുകൊണ്ട് താഴെ അംഗൻവാടി ഇല്ലെങ്കിൽ മുകളിലോട്ടൊരു സംവിധാനവും ഇല്ല. അത് ഈ ഓഫീസർമാരും മേഡങ്ങളും ഒന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നല്ല രസമാണ് നിങ്ങളുടെ ഈ പരുഷമായ. അതുപോലെ പാസ്ബുക്ക് കൊടുക്കില്ല, പല സ്ഥലങ്ങളിലും പാസ്ബുക്ക് കൊടുക്കില്ല. ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഭീഷണിപ്പെടുത്തും. പാസ്ബുക്കിൽ പതിച്ചു കൊടുക്കില്ല. എന്തൊക്കെ കുഴപ്പങ്ങളാണ്. നിങ്ങൾ 2016 നിങ്ങളുടെ ICDS ഓഫീസർമാരെയും സൂപ്പർവൈസർമാരെയും CDPമാരെയും 2016 നിങ്ങൾക്ക് കിട്ടിയ ക്ഷേമനിധിയുടെ ഒരു ആക്ട് അനുസരിച്ച് കിട്ടിയ ഒരു പേപ്പറിലെ ഒരു ക്ലോസ്, നിങ്ങൾ ഒരു വിഭാഗം ഒരു കണ്ടീഷൻ നിങ്ങൾ പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ട് 300 പേർക്കാണ് പെൻഷൻ കിട്ടാത്തത്. നിങ്ങൾക്ക് ഒരു ദിവസം ശമ്പളം കിട്ടായിരുന്ന നിങ്ങൾ പൊറുക്കോ? എന്തൊക്കെയാണ്? ആൻ്റണി പറഞ്ഞല്ലോ, ഞാൻ ആൻ്റണിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നില്ല. ഒരു ദിവസം പറഞ്ഞല്ലോ സർക്കാർ ഉദ്യോഗസ്ഥർ ഒന്ന് മുണ്ട് മടക്കണം, നമുക്ക് അത്രയും പണമില്ല, 4 ദിവസം കഴിഞ്ഞ് ശമ്പളം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സെക്രട്ടേറിയറ്റ് ഇടിച്ചു പൊളിച്ചില്ല എന്ന് വെച്ചാൽ സ്തംഭിപ്പിച്ചു. അതാണ് നമ്മൾ ഉദ്യോഗസ്ഥർ. ഞാനും ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളുടെ പരുഷമായ വാക്കുകൾ, നിങ്ങളും സ്ത്രീകളല്ലേ, വർക്കർ സ്ത്രീ, ഹെൽപ്പർ സ്ത്രീ, മന്ത്രി സ്ത്രീ, നിങ്ങളുടെ ഡയറക്ടർ സ്ത്രീ, നിങ്ങളൊരു വളരെ സഹോദരങ്ങളെപ്പോലെ, ഏകോദര സഹോദരങ്ങളെപ്പോലെ മനോഹരമായി അംഗൻവാടികളെ കൊണ്ടുപോകൂ. എന്തിനാണ് രാവിലെ മുതൽ 3:30-4 മണി വരെ ജോലി ചെയ്ത് കഷ്ടപ്പെടുന്ന അവരെ പിന്നെ രാത്രിയും വാട്സപ്പ് ഗ്രൂപ്പിലൂടെയൊക്കെ അവരെ പീഡിപ്പിച്ച് കഷ്ടപ്പെടുത്തി ഇപ്പം കിട്ടണം ഉടനെ കിട്ടണമെന്ന് പറഞ്ഞ് കഷ്ടപ്പെടുത്തിയതിന് ശേഷം എങ്ങനെയാണ് രാവിലെ വന്ന് ജോലി ചെയ്യാൻ നോക്കുന്നത്? എനിക്ക് മെസ്സേജ് ഒരുപാട് ആളുകൾ അയച്ചു തന്നു. അവരെല്ലാം പറഞ്ഞു, സാർ എന്തെങ്കിലും ഒരു ഗതിയോ പരഗതിയോ ഉണ്ടെങ്കിൽ ഈ ജോലി കളഞ്ഞിട്ട് പോകും സാർ, അത്ര വിഷമമാണ് ഞങ്ങളെ മാനസികമായി പീഡിപ്പിക്കുന്നത്. ശമ്പളമല്ല പ്രധാനം, മാനസിക പീഡനമാണ്. ദയവായി ഓഫീസർമാർ ശ്രദ്ധിക്കുക, ക്ഷേമനിധി ബോർഡുകാർ ശ്രദ്ധിക്കുക, ഗവൺമെൻറ് ശ്രദ്ധിക്കുക.